നമസ്കാരം. പൊന്മുണ്ട മണ്ഡല അധ്യക്ഷൻ ഉണ്ണി വാസുദേവൻ, ജനറൽ സെക്രട്ടറി, എല്ലാവർക്കും വിനീത നമസ്കാരം. ഒരു നിയമസഭാ ഇലക്ഷനെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി ഈ താനൂർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനം എന്താണെന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. ഇവിടെ മാറി മാറി ഭരിച്ചു പോന്നിട്ടുള്ള ഗവൺമെന്റുകൾ എന്താണ് നമ്മുടെ പ്രദേശത്തിന് വേണ്ടി എത്തിച്ചിട്ടുള്ള വികസനം, അത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഗുണകരമാവുന്നത് എന്നും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി നടപ്പാക്കി വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ ഭവന പദ്ധതിക്കായാലും കിസാൻ സമ്മാൻ നിധിക്കായാലും എന്ന് വേണ്ട ഏതൊരു പദ്ധതിക്കും ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭ്യമായിട്ടുള്ളത് താനൂരിൽ തന്നെയാണ്. ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവരാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ അവസരത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കേണ്ട ആവശ്യകത ഇന്നാട്ടിന്റെ വികസനം ആഗ്രഹിക്കുന്ന ഓരോരോ വോട്ടർമാർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സംഘടന ഇത്തവണ ദേശീയ ജനാധിപത്യ പാർട്ടിയുടെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി എന്നെ അർപ്പിതമാക്കിയിരിക്കുകയാണ്. ഈ താനൂർ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എനിക്ക് അപരിചിതമല്ല ഈ നാട്. താനൂരിന്റെ ഓരോരോ മുക്കമൂലയും സുപരിചിത തന്നെയാണ് ഞാൻ. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു MLA ആയി ഈ മണ്ഡലത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം എനിക്ക് നിശ്ചയിച്ചു തന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിജയിച്ചു പോയാൽ ഇവിടുത്തെ മുഴുവൻ വോട്ടർമാർക്കും ഇവിടുത്തെ മുഴുവൻ സജ്ജനങ്ങൾക്കും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിനും ഇന്നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, വരുന്ന 9-ാം തീയതി നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം എനിക്ക് നൽകിക്കൊണ്ട് ഈ മണ്ഡലത്തിൽ നിന്ന് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ഡലത്തിന്റെ MLA ആയിട്ട് നിങ്ങൾ എനിക്ക് ഒരു അവസരം നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.